പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പെസഹ വ്യാഴം നമ്മെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ഈശോ നമ്മുടെ കൂടെ വസിക്കാനായിട്ട് തിരുമനസ്സായ ദിവസം. ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു, വാങ്ങി ഭക്ഷിക്ക് എന്ന് പറഞ്ഞ്, വാങ്ങി പാനം ചെയ്യ് എന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയത്തിന്റെ ആ മാംസം. നമുക്കറിയാം, വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യമായിട്ട് മാറിയ ഒത്തിരി അത്ഭുതങ്ങള്, യുക്കറിസ്റ്റിക് മിറക്കിൾസ് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ ഹൃദയത്തിന്റെ ജീവിക്കുന്ന ഹൃദയത്തിന്റെ ഭാഗമാണ് കീറി മുറിച്ച് ഈശോ നമുക്ക് തരുന്നത്. ഈശോ തന്റെ ശരീരവും രക്തവും നമുക്ക് നൽകിയത് ദുഃഖവെളിയിലല്ല, പെസഹ വ്യാഴാഴ്ച. ഈശോ പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്. തന്റെ ശരീരത്തെ, തന്റെ രക്തത്തെ നമുക്ക് കീറി മുറിച്ച് ഒഴിച്ച് ഊറ്റി നൽകിക്കൊണ്ടാണ് ഈശോ തന്നെ നമുക്ക് നൽകിയത്. ആ ദിനത്തിന്റെ ഓർമ്മയാണ് പെസഹ വ്യാഴം. എന്റെ പ്രിയ മക്കളെ, ഇതിലൂടെ ഈശോ നമ്മുടെ കൂടെ വസിക്കുക മാത്രമല്ല, വലിയൊരു ഐക്യത്തിലേക്ക്, വലിയൊരു കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ നയിച്ചു. അതാണ് യേശുവിന്റെ ശരീരവും രക്തവും വാങ്ങി ഭക്ഷിക്കുന്ന, പാനം ചെയ്യുന്ന, ഒരേ ശരീരത്തിൽ പങ്കുപറ്റുന്നവരാ നമ്മളൊക്കെ. നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള്, മാമോദീസ സ്വീകരിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച മക്കൾ യേശുവിന്റെ ശരീരത്തിലും രക്തത്തിലും. നമുക്കപ്പോ രക്തബന്ധമുണ്ട്, ശാരീരിക ബന്ധമുണ്ട്. ഒരേ ശരീരം, ഒരേ രക്തം. ഈശോ പറഞ്ഞില്ലേ, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഈശോ നമ്മുടെ കൂടെ വസിക്കുന്ന വലിയ അനുഭവം. നമ്മൾ വലിയ കൂട്ടായ്മയില മക്കളെ, വലിയ കൂട്ടായ്മയില. രക്തം, ഞാൻ പറഞ്ഞില്ലേ, രക്തബന്ധം. അത്രമാത്രം ആഴപ്പെട്ട ബന്ധത്തിലേക്ക് കർത്താവ് നമ്മെ ചേർത്ത് പിടിച്ച പുണ്യദിനമാണ് പെസഹ വ്യാഴം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ മക്കൾ ഇത് അനുഭവിച്ച് ഈശോയാൽ നിറയപ്പെട്ട് യേശുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുകാരായി യേശുവിനെ തന്നെ സ്വീകരിച്ച് ജീവിക്കണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി, ആ ഒരു വലിയ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മാത്രമല്ല, ശാരീരിക രക്തബന്ധം എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അതുകൊണ്ട് ഇന്ന് ഒരുമിച്ച് ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, യൂദാസില് പിശാചി എഴുതപ്പെടാം. ഈശോന്റെ ശരീരവും രക്തവും വാങ്ങി ഭക്ഷിച്ച് ആ വലിയ കൂട്ടായ്മയിൽ ഈശോയുടെ കൂടിയിരിക്കുന്ന ആ കൂട്ടായ്മയിൽ നിന്ന് ഈ യൂദാസ് പടിയിറങ്ങിപ്പോയി. അപ്പോഴാണ് നാം വായിക്കുന്നത്, പിശാച് അവനിൽ പ്രവേശിച്ചു. ഇന്ന് നമ്മുടെ അനേക മക്കള്, വേദനയോടെ പറയട്ടെ, ഈ ദിവസങ്ങൾക്ക് അനേകം അമ്മമാരും അപ്പന്മാരും പറഞ്ഞ സംഭവം. അനേക മക്കള് ഈ കൂട്ടായ്മ വിട്ട്, കൂദാശയുടെ, കുർബാനയുടെ, തിരുശരീര തിരുരക്തത്തിന്റെ ആ കൂട്ടായ്മ വിട്ട് ഇന്ന് പുറത്തേക്ക് പടിയിറങ്ങിപ്പോയി. ഒത്തിരിയേറെ മക്കൾ, വിദേശത്ത് പഠിക്കുന്ന മക്കൾ, ദൂരസ്ഥലത്ത് പഠിക്കുന്ന മക്കൾ, ജോലിക്കായി പോയി, പഠിക്കാൻ പോയി, അവിടെ ചെന്നു മുസ്ലിമായിട്ട് ബന്ധം. ഒത്തിരി മക്കൾ ഈ ദിവസങ്ങളിൽ വശീകരിക്കപ്പെട്ട് അപ്പനെ വിളിയില്ല, അമ്മേനെ വിളിയില്ല, പള്ളിപ്പൊക്കില്ല, ഉദാശയില്ല. കർത്താവിന്റെ ഈ ബലിപീഠത്തിന്റെ കൂട്ടായ്മയാണ് ക്രൈസ്തവ ജീവിതം. നമ്മുടെ അടിസ്ഥാനം യേശുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ജീവിതമാണ്. അത് വിട്ട് പടിയിറങ്ങി അന്യമതസ്ഥര്, എന്റെ കൂട്ടായ്മ, അതിലേക്കൊക്കെ പോകുമ്പോ പിശാച് നമ്മുടെ മക്കളിൽ കയറിയേക്കാം. പിന്നെ നമ്മുടെ മക്കൾക്ക് ഈശോ വേണ്ട, അപ്പൻ വേണ്ട, അമ്മ വേണ്ട, വചനം വേണ്ട, പള്ളി വേണ്ട, ഉദാശ വേണ്ട, അവൻ മതി, അവന്റെ വിശ്വാസം. നമുക്കറിയാം, ഇത്രയും നല്ല വിശ്വാസം, ക്രൈസ്തവ വിശ്വാസത്തെ പോലെ കർത്താവിന്റെ കരുണ, കുരിശ് മരണം കർത്താവ് തന്നെ തന്നു, കൂടെ വസിക്കുന്നു, കൈവിടാത്ത ആ കർത്താവിനെ കിട്ടിയിട്ട് ആ കർത്താവിനെ വിട്ട് പടിയിറക്കി കൊണ്ടുപോകുന്ന പൈശാചിക ശക്തിക്ക് അടിമപ്പെട്ടു പോയ അനേക മക്കൾ ഇത് അങ്ങോട്ട് പിന്നീട് കൂട്ടുകെട്ടിലേക്ക്, ഡ്രഗിലേക്ക്, നാശത്തിലേക്ക്, പഠനം മുടങ്ങി, വിശുദ്ധി പോയി, ജടിക പാപം, വ്യഭിചാരം, സകലമാന പാപങ്ങൾക്ക് അടിമപ്പെട്ട് നശിച്ചു പോകുന്ന മക്കൾ അവസാനം എവിടെ കൊണ്ട് അവസാനിപ്പിച്ച യൂദാസിനെ അവൻ കെട്ടിത്തൂങ്ങി ചത്തു.
അനേക മക്കള് നാശത്തിലേക്ക്, ആത്മഹത്യയിലേക്ക്, അകാല മരണത്തിലേക്ക്, അപകട മരണത്തിലേക്ക്, നാശത്തിലേക്ക് പോകുന്ന ഗതികെട്ട അവസ്ഥ. വളരെ വേദനയുണ്ട് മക്കളെ. ഈ ദിവസങ്ങളൊക്കെ പറഞ്ഞ നിങ്ങളുടെയൊക്കെ അനേക മക്കളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോ, നമ്മുടെ ബന്ധത്തിലും നമ്മുടെ പരിചയത്തിലുമുള്ള അനേക മക്കളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോ നമ്മളൊക്കെ ഈ പെസഹാവ്യാഴത്തിന്റെ ചൈതന്യത്തില് യേശുവിനെ സ്വന്തമാക്കി യേശുവിന്റെ ശരീരത്തിലെ അംഗങ്ങളായിട്ട് മാറി ഒരുമിച്ച് കൂട്ടായ്മയില് ഐക്യത്തില് ജീവിക്കേണ്ട മക്കൾ, അതോടൊപ്പം അനേക മക്കളെ കൂട്ടിച്ചേർത്ത് കർത്താവിന്റെ ശരീരത്തോട് ചേർക്കേണ്ട മക്കളാ നമ്മള്. ഈ നമ്മൾ തന്നെ ഈ പിശാചിന് അടിമപ്പെട്ടു പോയാലോ? യൂദാസിനെ പോലെ നാശത്തിലേക്ക് പടിയിറങ്ങി നടന്നു പോകുന്ന അനേക മക്കൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം മക്കളെ. കർത്താവിന്റെ കരുണ, ഈശോയെ അങ്ങയുടെ കരുണ സ്വന്തമാക്കി എടുക്കാൻ, അങ്ങയിലേക്ക് തിരിയുവാൻ അങ്ങ് സ്ലീഹന്മാരുടെ പാദങ്ങൾ കഴുകി അവിടെ പാദങ്ങൾ തുടച്ച് ചുംബിച്ചു. അത്രമാത്രം എളിമപ്പെട്ട് ഈശോയെ അങ്ങയെ തരാൻ വേണ്ടി അങ്ങ് ചെയ്ത പ്രവൃത്തിയാണ്. പാദം കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയെ തന്നെ കൊടുത്ത് ആ മക്കളെ വിശുദ്ധരാക്കി മാറ്റുവാൻ അങ്ങ് എപ്പോഴും ഉപസാരത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ആത്മാവിനെ കഴുകി വിശുദ്ധീകരിച്ച് ബലിയർപ്പിച്ച് അങ്ങയെ സ്വീകരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകുമ്പോ കർത്താവേ, ആ വലിയ കരുണ സ്വന്തമാക്കിയെടുക്കാൻ ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണം എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെയും യൗസേപ്പ് പിതാവിന്റെയും സ്വർഗത്തിന്റെയും നിറസാന്നിധ്യത്തില്, കത്തോലിക്ക സഭയുടെ ഐക്യത്തില്, പുണ്യവാന്മാരുടെ ഐക്യത്തില്, സഭയുടെ അംഗങ്ങൾ എന്നുള്ള അടിസ്ഥാനത്തില് ഒരുമയോടെ നിൽക്കാൻ നമ്മുടെ മക്കൾക്ക് ഇടയാകട്ടെ. പടിയിറങ്ങിപ്പോയ, കർത്താവിന് വിട്ടുപോയ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവകരുണയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ദൈവം നമ്മെ നമ്മുടെ മക്കളെയും സമർത്ഥമായി തന്റെ ഈ വലിയ കരുണയാൽ, ദിവ്യ കാരുണ്യം, ദൈവ കരുണയാൽ അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കൾ, ദിവസങ്ങളൊക്കെ ഇന്ന് എല്ലാ പള്ളികളും ഫുൾ ഡേ ആരാധനയാണല്ലോ. ആരാധനയ്ക്ക് പോയിരിക്കണം, ദൈവികാന സന്നിധിയിൽ പോയിരിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി തലങ്ങളൊക്കെ മനസ്സിലാക്കി ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഒരേ ഹൃദയം, ഒരേ ശരീരം, ഒരേ രക്തമുള്ള മക്കളാണ്. യേശുവിന്റെ ആ അടിസ്ഥാനത്തില് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ വഴിതെറ്റിപ്പോയ അനേക മക്കളുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടായ്മയില് അനേക മക്കൾ അച്ഛനോട് പേഴ്സണലായിട്ടും വാട്സാപ്പിലൂടെയും ഫോണിലൂടെയും ഒക്കെ ഒത്തിരി മക്കള്, നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഒത്തിരി മക്കള് നമ്മുടെ ബന്ധപ്പെട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. അല്പസമയം നമ്മൾ ദിവ്യകാരുണ്യ സന്നിധിയില്, കുർബാനയുടെ തിരുനാൾ, ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യമുള്ള വലിയ അഭിഷേകത്തില് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോ നിങ്ങളൊരു നിമിഷം ഇന്ന് പൗരോഹിത്യത്തിന്റെ തിരുനാൾ കൂടിയാണ്. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ആ വിശുദ്ധിയോടെ ബലിയർപ്പിച്ച് കർത്താവിനെ സ്വീകരിച്ച് കർത്താവിനെ അനേക മക്കൾക്ക് പകർന്നു കൊടുത്ത് കുദാശയിലൂടെ, വചനത്തിലൂടെ നമ്മുടെ സഭയിലെ പുരോഹിതർ ആത്മാർത്ഥമായിട്ടും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത് ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന, ഇതുപോലെ വഴിപിഴച്ചു പോകുന്ന മക്കൾക്ക് വേണ്ടി, വഴിവിട്ടിറങ്ങി പോകുന്ന മക്കൾക്ക് വേണ്ടി കരമിരിച്ച് പ്രാർത്ഥിക്കുന്ന അഭിഷിക്തര് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവ വിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരിയേറെ അഭിഷേകത്തിന്റെ നിറവ് ലഭിക്കാൻ വേണ്ടി ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ഈ കൂട്ടായ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കർത്താവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയെ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ കരുണയ്ക്കായി നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യശോയെ ലോകാവസാനം വരെ ഞങ്ങളുടെ കൂടെ വസിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാനയായിട്ട് മാറി ദിവ്യകാരുണ്യമായിട്ട് തീർന്ന് ഞങ്ങളുടെ കൂടെ വസിക്കാൻ യേശുവേ അപ്പത്തിന്റെ രൂപം സ്വീകരിച്ച് അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ അതുപോലെ വസിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈ പുണ്യദിനത്തില് അങ്ങയോട് കൂടെ ആയിരിക്കാൻ ഭാഗ്യം ലഭിച്ച അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഈശോയെ ഞങ്ങളൊന്ന് ചേർന്ന് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ആ സ്നേഹത്തിലേക്ക് അങ്ങ് ഞങ്ങളെ ആനയിച്ച രക്ഷാകര പ്രവൃത്തികളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ പ്രത്യേകം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തബന്ധത്തിലും ശാരീരിക ബന്ധത്തിലും അങ്ങയോട് ഞങ്ങളെ ഒന്നാക്കി തീർത്ത ഈ വിശുദ്ധ കുർബാനയിലൂടെ അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകുമ്പോ, വലിയ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കുമ്പോ
ഈശോ ഞങ്ങളുടെ പല മക്കളും ആ കൂട്ടായ്മ വിട്ട്, അങ്ങയെ വിട്ട്, വിശുദ്ധ കുർബാന വിട്ട്, അന്യമതസ്ഥരുമായിട്ട്, അതോടൊപ്പം തന്നെ ലോകാരൂപിക്ക് അടിമപ്പെട്ട് മദ്യത്തില്, ലഹരിക്ക്, മറ്റു പൈശാചികതകൾക്ക്, പിശാചിനെ പോലും ആരാധിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമകള്, ഗെയിമുകള്, ഈശോയെ കൂട്ടുകെട്ടുകള്, ബന്ധങ്ങളിലേക്കൊക്കെ നശിച്ചു പോയ ഞങ്ങളുടെ മക്കളെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, അങ്ങനെയുള്ള മക്കളെ ഓർത്ത് വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഈ പെസഹ വ്യാഴാഴ്ച കർത്താവേ അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ വിട്ട്, കൂട്ടായ്മ വിട്ട് പടിയിറങ്ങിപ്പോയ യൂദാസ്, അവന് സംഭവിച്ച ദുരന്തം ഞങ്ങൾ കണ്ടു. ഈശോയെ, ആ ഒരു ദുരന്തത്തിലേക്കാണ് ഞങ്ങളുടെ മക്കൾ പലരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈശോ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിനോടകം മരിച്ചുപോയ മക്കള്, ആത്മഹത്യ ചെയ്ത മക്കൾ ഏറെയാണ് കർത്താവേ. അത് ആയിരുന്നിട്ടും ആ നാശത്തിലേക്ക് പോയിട്ടും ഇന്നും കണ്ണ് കാണാൻ പറ്റാത്ത വിധം പിശാച് കണ്ണുകെട്ടി ഞങ്ങളുടെ പല മക്കളെയും കൊണ്ടുപോകുന്നു. ലവ് ജിഹാദിലൂടെ അനേകം മക്കള് നശിച്ചു പോയി, കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. എന്നിട്ടും അത് കണ്ടിട്ടും മനസ്സിലാക്കാതെ അനേക മക്കള് വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ വീണു പോണു. ഈശോയെ, ഈ ദിവസങ്ങളില് അനേകം അമ്മമാര്, അപ്പന്മാരും കണ്ണീരോടെ വിളിച്ച് കരഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരപ്പൻ വന്ന് ചങ്കുപൊട്ടി കരയുക, മോള് UK പോയി, അവിടെ ഇങ്ങനെ ചെറുക്കനുമായിട്ട് പ്രേമത്തിലായി. അപ്പനെ വിളിയില്ല, അമ്മേനെ വിളിയില്ല, പള്ളി പോക്കില്ല, ഒരു ബന്ധവുമില്ലാത്ത രീതിയില് പിശാച് പിടിച്ചുകൊണ്ടുപോയി. നാശത്തിലേക്ക് കൊച്ചു പോണേ. ഈശോയെ, ഇതുപോലെ നശിച്ചു പോകുന്ന അനേക മക്കള് വിദേശത്ത് പഠിക്കാൻ പോയി, ജോലിക്ക് പോയി, ദൂര സ്ഥലത്ത് പഠിക്കാൻ പോയി, നാട്ടിൽ തന്നെ പഠിക്കാൻ പോയി, ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിപ്പെട്ട് കൂട്ടായ്മ വിട്ട് അങ്ങേ വിട്ട് പടിയിറങ്ങി പോകുന്ന മക്കൾ കർത്താവേ, നിങ്ങളുടെ എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, വേദനയോടെ, സങ്കടത്തോടെ മക്കൾ ഇങ്ങനെ പോയതിനോർത്തൊക്കെ നൊമ്പരപ്പെട്ടുകൊണ്ട് ദിവ്യകാല സന്നിധിയില് ഈ പെസഹ വ്യാഴാഴ്ച തന്നെ മുറിച്ചു നൽകി, രക്തം ചിന്തി, എല്ലാം നൽകി നമ്മെ സ്നേഹിച്ച ആ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ദിവ്യ കാരുണ്യനാഥ, ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ഇങ്ങനെയുള്ള മക്കളെ ഓർത്ത് വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെ മേലും കരുണയായിരിക്കണമേ. അറിഞ്ഞോ അറിയാതെയോ പിശാചിന്റെ പിടിയിലോ കുടുങ്ങി ഇതുപോലെ അകന്നു പോയ ഞങ്ങളുടെ മക്കളെ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ദിവ്യ കാരുണ്യത്തിന്റെ ശക്തിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വയം തിരിച്ചു കൊണ്ടുവരണമേ, തിരിച്ചു കൊണ്ടുവരണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങക്കൊന്നും അസാധ്യമല്ല. അങ്ങയുടെ സർവാധിപത്യം, അങ്ങയുടെ സർവശക്തി കർത്താവേ അങ്ങ് പ്രകടമാക്കണമേ എന്ന് കണ്ണീരോടെ അങ്ങയുടെ മക്കൾ ഒരുമിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ പിടിയിൽ നിന്ന്, ഈ ബന്ധത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളുടെ മക്കളെ അങ്ങ് പിടിച്ചു കൊണ്ടുവരണം, അങ്ങേക്ക് ചേർത്ത് പിടിക്കണം. കർത്താവേ, ഇവിടെ നാമത്തിൽ അങ്ങയുടെ അഭിഷേകത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള മക്കളോട് വേദനിക്കുന്ന അമ്മമാരുടെ കണ്ണുനീര് ഇപ്പോൾ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ വീഴുന്നുണ്ട് ഈശോയെ. അപ്പന്മാരുടെ ചങ്കുപൊട്ടിയുള്ള വിലാപം ഉയരുന്നുണ്ട് ഈശോയെ. ഈ മക്കളോട് വേദനിക്കുന്ന കുടുംബാംഗങ്ങള്, പൊന്നു സഹോദരങ്ങള്, മക്കളുടെ വേദന, കുടുംബത്തിന്റെ നൊമ്പരങ്ങള് എല്ലാം ഈ പെസഹ വ്യാഴാഴ്ച കർത്താവേ അങ്ങേ തിരുസന്നിധിയില് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രിതമാക്കപ്പെട്ട കുടുംബങ്ങളെ സംഹാര താണ്ഡവമാടുന്ന ദൂതന്റെ സംഹാരത്തിന് രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പാടിന്റെ പുസ്തകത്തില് ഇസ്രായേൽ ജനത്തിന്റെ കുടുംബങ്ങളിലേക്ക് സാത്താൻ കയറി പറ്റാത്ത വിധം രക്തത്താൽ മുദ്ര ചെയ്ത കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ മുദ്ര ചെയ്ത് ഞങ്ങളുടെ മക്കളെ സാത്താനെ പിടിന്ന് വിടുവിക്കണം. പോരാ, ഇനി സാത്താൻ കയറാത്ത വിധം കർത്താവെ മുദ്ര വയ്ക്കണമേ. തിരുരക്തത്തിന്റെ മുദ്ര വയ്ക്കണമേ, തിരുരക്തത്തിന്റെ മുദ്ര വയ്ക്കണമേ. എല്ലാത്തിനും ശക്തി വിട്ടുമാറി പോകട്ടെ. തിരുരക്തത്തിന്റെ മുദ്രയാൽ ഞങ്ങളുടെ മക്കളെല്ലാവരും സുരക്ഷിതരാകട്ടെ. ഒരു നിമിഷം പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പുറപ്പാടിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രിതമാക്കപ്പെട്ട വലിയ അനുഭവം നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തില് ആത്മന മക്കളെ കണ്ടുകൊണ്ട് ആ മക്കളുടെ നെറ്റിയിൽ വിശുദ്ധ കുരിശിന്റെ മുദ്ര വെച്ച് യേശുവെ അങ്ങേ രക്തത്താൽ മുദ്ര ചെയ്ത് ഞങ്ങളുടെ മക്കളെ വേർതിരിക്കണം, സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണയ്ക്കായി, സംരക്ഷണത്തിനായി, തിരുരക്തത്തിന്റെ ശക്തമായ സംരക്ഷണത്തിനായിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ നിമിഷം കർത്താവിന്റെ ശക്തി എവിടെയാണോ മക്കളായിരിക്കുന്നത് അവിടേക്ക് കടന്നു ചെല്ലട്ടെ. കർത്താവിന്റെ കുരിശോ മരണത്തിന്റെ ശക്തി, ദിവ്യ കാരുണ്യത്തിന്റെ ശക്തി, തിരുരക്തത്തിന്റെ മുദ്രിതമാക്കപ്പെട്ട ശക്തി, സംരക്ഷണം നമ്മുടെ മക്കൾക്കെല്ലാം ലഭിക്കുമാറാകട്ടെ.
വലിയ പ്രാർത്ഥനയോടെ ദിവികാന സന്നദ്ധിയില് ഈ പെസഹ വ്യാഴത്തിലെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മക്കളിൽ നിറച്ച്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറച്ച്, ജീവന സമൃദ്ധിയില് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ മനസ്സറിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. നിങ്ങളുടെ മക്കളുടെ മേൽ ഈ ദിവ്യവരങ്ങൾ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി മക്കളെ സമർപ്പിച്ച് കർത്താവിന്റെ രക്തത്തിന്റെ മുദ്രണത്താൽ നിങ്ങളുടെ മക്കളുടെ മേൽ കൃപകൾ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദിയോടെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കർത്താവ് പെസഹ വ്യാഴാഴ്ച എല്ലാ ദേവാലയങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയുടെയും സാന്നിധ്യത്തിന്റെ ശക്തിയിൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ച് വലിയൊരു മനസാന്തരത്തിലൂടെ ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ കരുണയിലേക്ക് തിരിച്ചു വരട്ടെ. അങ്ങയുടെ കരുണയിലേക്ക് അങ്ങ് ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ. കണ്ണീരോടും ദാഹത്തോടും എളിമയോടും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.